അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ അതേ കാര്യം അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. ജയന്തി ഹായ്. അപ്പോൾ ജയന്തിൻ്റെ വീട് എവിടെ? ടൂക്കി ആയി കഴിഞ്ഞാൽ നമ്മൾ ലവ് സ്റ്റോറി ഇടും. ഞാൻ പോയിട്ടോന് ഇത് അയച്ചു കൊടുക്കട്ടെ. ഇജ്ജ് ഇവിടെ ആൾക്കാരെ എന്തിന് ഇങ്ങോട്ട് മൂസിൻ്റെ പ്രശ്നമില്ല, അവളെ പോയിക്കോട്ടെ അറിയും മൂസിൻ്റെ കൂടെ, അതെനിക്ക് വിഷയമല്ല. ഓൻ എനിക്കൊരു പ്രശ്നവും ഇല്ല. വീടെവിടാം അതൊക്കെ പോട്ടെ. അമ്മാവൻ്റെ പേരെന്താ ഇങ്ങനെ ഇട്ടത്? പീഡനം മറന്ന അമ്മാവന്. ജയന്തി സ്റ്റിക്കർ സ്പെഷ്യൽ ആളാണ്. ഓ ഐ സി. അയാൻ ഓൾറെഡി പരിചയമുണ്ടോ? അയാൻ 2 ദിവസത്തിനുള്ളിൽ ആരോ ചെക്ക് ചെയ്ത് ആരെയോ എന്താണ് ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് കൊണ്ടുണ്ട് പറഞ്ഞില്ലേ? എന്തിരുന്ന പെണ്ണിൻ്റെ പേര് ഫാത്തിമയോ? കിട്ടിയോ? ലവ് സ്റ്റോറി ഇഷ്ടമെങ്കിൽ മാത്രമാണ് ഒരാൾ ഫോളോ ചെയ്യുക, അതുകൊണ്ട് ആദ്യം മതി ഇടുക. അങ്ങനെ പറയരുത്. ലവ് സ്റ്റോറി ഇതും തമ്മിൽ എന്താ ബന്ധം? നാണം നല്ലടോ, ഒരു മടി ഉണ്ടാവൂലേ? അതൊക്കെ ഒരു ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രൈവസി ആയിട്ടുള്ള കാര്യമല്ലേ? അതിപ്പോൾ ഒറ്റയടിക്കും ഇങ്ങോട്ട് തുറന്നു പറയാൻ പറ്റുമോ? എന്താണെടോ ഫാരിസിന് ഐ ഡോണ്ട് കെയർ, എനിക്ക് പരിചയമില്ല. ഞാൻ വെറുതെ വെച്ചതാട്ടോ. ചാനൽ പുതിയ തുടങ്ങിയതാണ്. ദാറ്റ് ഈസ് വൈ. ഓ ദാറ്റ് ഈസ് ബിക്കോസ് അതിന് ഫാത്തിമ യൂസറുടെ ലിങ്ക് എടുക്കാൻ പറ്റില്ല, സെർച്ച് ആക്കിയിട്ട്. ഓ നിനക്ക് ലിങ്ക് എടുക്കാൻ പറ്റും ലൈവിൽ വന്നാൽ. ഇനി ലൈവിൽ വരണ്ടേ? ഞാൻ വരികയാണെങ്കിൽ ലിങ്ക് എടുക്കാം. ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക്സ്. കാരണം യൂട്യൂബ് നെയിമല്ല, അവളുടെ യൂസർ ഐ ഡി വേറെയാണ്. ഇസിൻഡ് ഇറ്റ്? അത് കുഴപ്പമില്ല. ഓൾ ഫൈൻ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്സ്. പഠിക്കുകയാണോ? അതേലോ. നാലെന്താ അങ്ങനെ ഒരു പേര്? അത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ ഒരു ഇറിറ്റേഷൻ ആവുന്നുണ്ട് കേട്ടോ. നല്ല പേരിട്ടൂടെ മിസ്റ്റർ? സ്വന്തം പേരിടാം എന്നാ പറയണ്ട, പ്രൈവസി പോകണ്ട നമ്മൾ കാരണം. ഓ ഐ സി. എന്നാലും മാനേജർ അതൊക്കെ അത് നോക്കണം. മാനേജർ നോക്കണം. അയാൻ എൻ്റെ മാനേജറാണ് ഗൈസ്. നാലാൾക്കാരുള്ളൂ. എല്ലാവരും പോയോ? എന്നാൽ ഞാനും പോവാം. എൻ്റെ കൂട്ടുകാരൻ്റെ ചാനൽ ലവ് സ്റ്റോറി ഇട്ടിട്ടായിരുന്നു. ഇപ്പോൾ അവളുടെ ഓ എന്നാൽ നമ്മൾ ഇട്ട് നോക്കുക ഇൻഷാല്ലാ. ഷുവർ. അത് നമുക്ക് സമയമല്ലോ, ആകെ ഒരു ദിവസമല്ലേ, സൺഡേ ഉള്ളൂ. എന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഓ ബിക്കോസ് അതെ മാനേജർ ഭയങ്കര കെയറിങ്ങാ. മറ്റേ ട്രാൻസിഷൻ വീഡിയോ ഇട്. പഴയ ഫോട്ടോസൊന്നും ഇല്ലടി, നമ്മളെ കാലത്ത് ഫോൺ ഇതൊന്നും ഇല്ലല്ലോ. യുനോ പഴയ ഫോട്ടോസ് നമ്മുടെ അടുത്ത് ഇല്ലടി. നിജൊക്കെ ഇടുകൊണ്ടി. ഇനി എൻ്റെ ട്രാൻസിഷൻ ഇറക്കുകൊണ്ടി, അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. നമുക്ക് പഴയ ഫോട്ടോസ് ഇല്ല. ഇന്ന് സർജറി ഒന്നും ഉണ്ടായില്ലേ അവിടെ? അത് എന്നൊന്നും ഉണ്ടാവില്ല ഇവിടെ. നമ്മൾ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ബീച്ച് ഹോസ്പിറ്റലില്ലേ കോഴിക്കോട്, അവിടെ പോയതാണ് കല്യാണത്തിൻ്റെ മുന്നേ. അത് വലിയ ഇതൊന്നും ഇല്ലേടി, അത് അത്രക്ക് പഴയതൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാനത് ഇടായിരുന്നത്. നിങ്ങൾക്ക് അത് ശരിയാവേണ്ടി ഞാൻ പോണില്ല കേട്ടോ ആദിത്യൻ. ഞങ്ങൾക്കും ഇല്ല. അത് നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കുറേ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ, മനസ്സിലായോ? ഇങ്ങൾക്കും ഇല്ല? നമുക്കൊന്നും ഇല്ലേടി ഫോട്ടോസ്. അപ്പം നമ്മളെന്ത് ചെയ്യുക? നീ എന്താ ഭക്ഷണം മുഖമൊക്കെ എപ്പോഴും ഒരു മാറ്റമില്ല. ഭക്ഷണം കുറവാണ് കഴിക്കുന്നതെന്ന്. മുഖം മാറിയെടുത്തിടോ. തടി കൂടിക്കഴിഞ്ഞാൽ എന്താ ആൾക്കാർക്ക് പ്രശ്നം? അയ്യോ അപ്പം എന്തൊരു തടിയായി അത് കുറയ്ക്കേണ്ടെന്ന് ചോദിക്കും. തടി കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണത് രണ്ടിൻ്റെ നടുപ്പെട്ടാലും പ്രശ്നം. അപ്പം ഞാൻ സത്യത്തിൽ ഇനി എത്ര തടി വേണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ബ്ലഡ് കണ്ടാലേ തലകറങ്ങും. എങ്ങോട്ടാണ് അന്നിൻ്റെ ഇങ്ങനെ കളിയാക്കിയത്? സത്യം ഇപ്പം മനസ്സിലായി. എന്തുവാ പഠിക്കുന്നത്? BHMS ഉള്ളത് വെച്ചിടിച്ച്. അതൊന്നും എനിക്കിഷ്ടമല്ലേടി. അത് വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇന്നിട്ട് ട്രാൻസിഷൻ രസമില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഇടണ്ടെന്ന് വെക്കണം. അതെ, അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. ഇടോ. ഓ